മൊഡ്യൂൾ ഫസ്റ്റിലെ ഒരു സബ് ചാപ്റ്ററായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ലേണിംഗ്, ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് തുടങ്ങുന്ന ഒരു സബ് ചാപ്റ്ററാണ്. 1.1 നമ്മൾ പറഞ്ഞിരുന്നു മൊഡ്യൂൾ 1-ലെ. ഇനി 1.2 ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും വരുന്നതാണ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഒരു വ്യക്തി ഒരു പ്രത്യേക വസ്തുവിനോടോ വ്യക്തിയോടോ സംഭവത്തോടോ കാണിക്കുന്ന വികാരങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെ ചേർത്ത് ആവിഷ്കരിക്കുന്നതാണ് മനോഭാവം. അനുഭവങ്ങളോ വളർന്നുവരവോ മനോഭാവത്തെ സ്വാധീനിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിനോട്, ഇപ്പോൾ എനിക്കൊരു വസ്തുവിനെ കാണുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്തുണ്ടാകുന്ന മനോഭാവം ആയിരിക്കില്ല എനിക്കുണ്ടാവുക. അങ്ങനെ ഒരു സംഭവത്തോടുണ്ടാകുന്ന മനോഭാവം സെയിം ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മനോഭാവവും അല്ലെങ്കിൽ അയാളെ തീരെ കാണാത്ത വേറൊരാൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോരുത്തരും കാണുന്ന രീതി വളരെ വ്യത്യാസമായിരിക്കും. ഓക്കെ, അനുഭവങ്ങളോ വളർന്നുവരവോ മനോഭാവത്തെ സ്വാധീനിക്കുന്നു. കാരണം അപ്പോൾ എനിക്ക് ഒരു വ്യക്തിയോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? അയാൾ എൻ്റെ റിലേറ്റീവ് ആണ്. അപ്പോൾ അയാളായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അയാളുടെ ഒപ്പമായിരിക്കും ഞാൻ വളർന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാരണമാണ് അയാളോടുള്ള എൻ്റെ മനോഭാവം മാറിയത്. എന്നാൽ ഇപ്പോൾ അയാളെ പരിചയമില്ലാത്ത വേറൊരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ മനോഭാവമായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇവ ദീർഘകാലം നിലനിൽക്കുന്നതായിരുന്നാലും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനോഭാവം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മാറാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാളെ ആദ്യമായിട്ട് കണ്ട ഒരാൾ പിന്നെ അയാളെ കാണുമ്പോഴുള്ള മനോഭാവം ഈ ഫസ്റ്റ് കണ്ട പോലെയുള്ള ഒരു മനോഭാവമായിരിക്കില്ലല്ലോ, അതിൽ മാറ്റം വന്നിട്ടുണ്ടാവൂലേ? അതാണ് പറഞ്ഞത്, ദീർഘകാലം നിലനിൽക്കുന്നതാവാൻ ചാൻസ് ഇല്ല. പിന്നെന്താണ്? കൂടാതെ വ്യക്തിയുടെ പെരുമാറ്റത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. ഓക്കെ, മനോഭാവത്തിന് 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തത് ചിന്താപരമായത്, പിന്നെ രണ്ടാമത്തെ വികാരാത്മകമായത്, മൂന്നാമത്തെ പ്രവൃത്തിപരമായത്. ഓക്കെ, മനോഭാവം പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിലും നേരിട്ട് നിരീക്ഷിക്കാനാവാത്തതാണിത്. ഓക്കെ, ഒരാളുടെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ ഒരാൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, അതാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല, നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി കഴിയാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഗോൾഡൻ ആൾപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളെന്ത് ചെയ്തിട്ടുണ്ട്? മനോഭാവം എന്നത് അനുഭവങ്ങളാൽ രൂപം കൊണ്ട മാനസികവും നാഡീവ്യൂഹപരവുമായ സജ്ജീകരണമാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷനാണ്. മനോഭാവം എന്നാൽ അനുഭവങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള മാനസികവും നാഡീവ്യൂഹപരമായിട്ടുള്ള, അതായത് നമ്മുടെ ന്യൂറോളജി ആ ഒരു ലെവലിലുള്ള, അതായത് ന്യൂറൽ റെഡിനെസ് എന്ന് കണ്ടോ, അതായത് നാഡീവ്യൂഹപരവുമായിട്ടുള്ള ഒരു സജ്ജീകരണം മാത്രമാണ് എന്ത്? മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മനോഭാവത്തിൻ്റെ ഡെഫിനിഷനായിട്ട് അനുഭവങ്ങളാൽ രൂപം കൊണ്ട മാനസികവും നാഡീവ്യൂഹപരവുമായിട്ടുള്ള സജ്ജീകരണമാണെന്ന് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ന്യൂറൽ റെഡിനെസ് എന്ന് എഴുതാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ഇത് ബന്ധപ്പെട്ട വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഉള്ള പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് നിർവചിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ഡോക്രിയാൻ ബെഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, എനിക്കങ്ങനെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. എന്തായാലും 1989 അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ആൾ എന്താ പറഞ്ഞത്? ഒരു സാമൂഹിക മനോഭാവം എന്നത് സാമൂഹിക ഉത്തേജനങ്ങൾക്കുള്ള ശീല പ്രാധാന്യമുള്ള പ്രതികരണമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ശീലിച്ചു വരുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ ആ ഒരു കാര്യത്തിനോട് മനസ്സ് പ്രതികരിക്കുന്നതാണ് മനോഭാവം എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഡെഫിനിഷൻസ് ആയി. ഇപ്പോൾ ഇനി മനോഭാവങ്ങൾ വ്യക്തിത്വം, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ, പ്രേരണകൾ എന്നിവയുടെ സങ്കീർണമായ സമന്വയമാണ്. ഓക്കെ, എന്തിൻ്റെയൊക്കെയാണ് മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വം എന്താണ്, അയാളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് എന്തൊക്കെ മൂല്യങ്ങളുണ്ട്, ആളുടെ പെരുമാറ്റങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന ഒരു കാര്യമാണ് എന്തെന്നുള്ളത്? മനോഭാവം എന്നുള്ളത്. ഓക്കെ, ഇൻ്റലിജൻസോ സ്ഥാനമോ എന്തുമാകട്ടെ എല്ലാ ആളുകളിലും ഉണ്ടാകുന്നതാണ്. അവ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്?
ഓക്കെ. അപ്പോൾ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ആകർഷിക്കുകയും പ്രവർത്തനങ്ങളെ നയിക്കുകയും പിന്നെ വിധികളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു കാര്യം, അതായത് നമ്മുടെ മനോഭാവം എന്നുള്ളത് എന്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. മനോഭാവങ്ങൾ തുറന്ന രൂപത്തിലോ മറഞ്ഞിരിക്കുന്ന രൂപത്തിലോ ഉണ്ടായേക്കാം. അപ്പോൾ തുറന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആയിരിക്കും, മറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് രൂപത്തിലും ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെയോ, എന്നിരുന്നാലും ഇത് രണ്ട് തരത്തിലും പെരുമാറ്റത്തെ ബാധിക്കും. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രായം, സ്ഥാനം, വിദ്യാഭ്യാസം തുടങ്ങിയ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും മനോഭാവങ്ങൾ അഭ്യസിക്കപ്പെടുന്നു. ഓക്കെ. വ്യക്തിപരമായ ഇടപെടലുകളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു കട കാണുന്ന സമയത്ത് ഒരു സ്ഥലം കണ്ടു. ഈ സ്ഥലം കാണുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് നടന്നിട്ടുണ്ട്, അയാളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വേദനാജനകമായ ഒരു അനുഭവം, അയാളൊരു ആക്സിഡൻറ്റ് നടന്നൊരു സ്ഥലമാണത്. അപ്പോൾ അയാൾക്ക് അവിടെ എത്തുമ്പോൾ അയാളുടെ മനോഭാവം എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. എന്നാൽ വേറൊരു വ്യക്തിക്ക് അയാളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നടന്ന സ്ഥലമായിരിക്കും അത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് പേരുടെയും മനോഭാവം വ്യത്യാസമായിരിക്കും. കാരണം എന്താണ്, അയാൾക്ക് ആ സ്ഥലം കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ അത്രയും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹേർട്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ സന്തോഷകരമായ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവരുടെ മനോഭാവം അവിടെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതാണ് മനോഭാവം. അതെന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. മനോഭാവങ്ങൾ ആളുകളെ പുതിയ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു. ഓക്കെ. ആലോചനകളെയും പെരുമാറ്റങ്ങളെയും വികാരങ്ങളെയും നയിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് പോലെ മനോഭാവം മാറ്റം സംഭവിക്കുന്നത് ആളുകൾ അംഗങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളോ അവരുമായി ബന്ധപ്പെട്ട ഘടകങ്ങളോ മാറുമ്പോഴാണ്. എങ്ങനെയാണ് നമുക്കൊരു മാറ്റം സംഭവിക്കുക? മാറ്റം സംഭവിക്കുന്ന ആളുകൾ അംഗങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളോ അവരുമായി ബന്ധപ്പെട്ട ഘടകങ്ങളോ മാറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുക. ഓക്കെ. കൂടാതെ ഗ്രൂപ്പ് അംഗത്വവും ഇതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് സോഷ്യൽ ആറ്റിറ്റ്യൂഡിൽ. ഓക്കെ. അപ്പോൾ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമാണിത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് സോഷ്യൽ ലേണിംഗിന് ഒരു തുടക്കം കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻസ് എഴുതുക. പിന്നെ അതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുക. മാർക്ക് അനുസരിച്ചുകൊണ്ട് എത്രയും വലുതാക്കിയിട്ടും ചുരുക്കിയിട്ടും എഴുതാൻ വേണ്ടി കഴിയണം. ഓക്കെ. പിന്നെ പരമാവധി വലിയ മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പരമാവധി എലോബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. 24 പേജുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ പരമാവധി അത് ഫില്ല് ചെയ്ത രൂപത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. നെക്സ്റ്റ് ഒരു ബേസിക് കൺസെപ്റ്റാണ് എന്ത്? സോഷ്യൽ ലേണിംഗ് എന്നുള്ളത്. അതായത് സാമൂഹ്യ പഠനം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ. സാമൂഹ്യ പഠനം എന്നാൽ വ്യക്തികൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവ്, മനോഭാവങ്ങൾ, കഴിവുകൾ എന്നിവ സമ്പാദിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ സാമൂഹിക പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് അറിവ് വേണം. ഓക്കെ. ആളുടെ അതായത് ആറ്റിറ്റ്യൂഡ് വേണം, മനോഭാവങ്ങൾ വേണം, പിന്നെ ആളുടെ കഴിവുകൾ വേണം. അപ്പോൾ ഇതൊക്കെ സമ്പാദിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുക. മറ്റുള്ളവരുമായി നടത്തിയ അനുഭവങ്ങളും ഇടപഴകലുകളും വഴി പെരുമാറ്റം മാറുന്നു. ഓക്കെ. ഇത് മനസ്സിൻ്റെ ബോധം, സ്വയം ധാരണ, സാമൂഹിക പദവികൾ എന്നിവയെ രൂപപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. ഇത് ആശ്രിതത്വം, ആക്രമണം, കൂട്ടായ്മ തുടങ്ങിയ പെരുമാറ്റ സമ്പ്രദായങ്ങളെയും വികസിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്കൊരാളെ എന്താണ് പറയുക, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ട? ഒരു സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവ് വേണം, നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ മനോഭാവങ്ങൾ, കഴിവുകൾ, ഇതൊക്കെ സമ്പാദിക്കുന്നത് നമ്മളൊരു സാമൂഹികമായി ജീവിക്കുമ്പോഴാണ്. ഓക്കെ. സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ മറ്റുള്ളവരായി നടത്തിയിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടാകും, ഇടപഴകലുണ്ടാകും. അതൊക്കെ വഴിയാണ് നമ്മുടെ പെരുമാറ്റം മാറുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു കൂട്ടുകെട്ടാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മളൊരു ചീത്തയായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ജീവിച്ചെന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചാലും നമ്മുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അതാണ് അതെന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പഠനത്തിലെ ഒരു പ്രധാന ഘടകം അനുകരണമാണ്. ഓക്കെ.
ബാക്കിയുള്ളവരെ അനുകരിച്ചിട്ടല്ലേ ജീവിക്കുക. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും ആ കുട്ടി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ള നമ്മളിവിടെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ നമ്മൾ മലയാളം സംസാരിക്കുന്നു. മലയാളത്തിൻ്റെ, അതായത് കേരളത്തിൻ്റെ തനിമയായിട്ടുള്ള പല രീതികളും പിന്തുടരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് സമൂഹത്തിന് അനുകരിച്ചിട്ടാണ് അല്ലേ? അതാണ് പറഞ്ഞത്, സാമൂഹ്യ പഠനത്തിലെ ഒരു പ്രധാന ഘടകം അനുകരണമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. അവർ യുക്തിയോ മുൻകൂട്ടി മനസ്സിലാക്കലോ കൂടാതെ മുതിർന്നവരുടെ പെരുമാറ്റങ്ങളും ശീലങ്ങളും ശൈലികളും അനുകരിക്കുന്നു. ഈ അനുകരണം സാമൂഹ്യ പഠനത്തിന് നിർണായകമാണ്. കുട്ടികൾ പുതിയ പെരുമാറ്റങ്ങൾ പഠിക്കാനും ആത്മബോധം പോലുള്ള ആന്തരിക നിയന്ത്രണങ്ങൾ വികസിപ്പിക്കാനുമുള്ള പ്രധാന ഘടകമാണ് തിരിച്ചറിവ്. മറ്റുള്ളവരെ പോലെ ആകാനുള്ള ആഗ്രഹം ഇതിൻ്റെ ഭാഗമായി വരുന്നു. 1900-ൽ ഇവാൻ പാവ്ലോവ് പ്രാഥമികമായി പഠിച്ച കണ്ടീഷണഡ് റെസ്പോൺസ് എന്നത് മറ്റൊരു പ്രധാന പഠന പ്രക്രിയയാണ്. ഇതിലൂടെ വ്യക്തികളോ മൃഗങ്ങളോ ഒരു പുതിയ വസ്തുവിനെ സ്വാഭാവിക ഉത്തേജകവുമായി ബന്ധിപ്പിക്കാനാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവാൻ പാവ്ലോവിൻ്റെ ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു ഡോഗിന് എന്ത് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പരീക്ഷണമുണ്ട്. ഡോഗിന് സലൈവേഷൻ വരാൻ വേണ്ടിയിട്ട്, അതായത് ഡോഗിൽ നിന്ന് മറ്റേ ഒരു ഉമിനീര് വരുമല്ലോ, അത് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു ഇറച്ചി കഷ്ണം കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു സംതിങ് എന്തോ കാണിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് അതിൻ്റെ വായിൽ നിന്ന് എന്ത് വന്നു, സലൈവേഷൻ വന്നു. പിന്നെ അതിന് ശേഷം ഒരു ബെല്ലും ഈ ഒരു ഇറച്ചി കഷ്ണം ഒരുമിച്ച് കാണിച്ചു. അതായത് ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഇറച്ചി കഷ്ണം കാണിച്ചപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് സലൈവേഷൻ വന്നു. അങ്ങനെ കുറച്ച് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം വെറും ബെല്ല് മാത്രം അടിച്ചിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ വായിൽ നിന്ന് ഉമിനീര് വന്നു. ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല, ഇറച്ചി കഷ്ണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരീക്ഷണമാണ് ഇവാൻ പാവ്ലോവിൻ്റെ ഒരു പരീക്ഷണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കണ്ടീഷണൽ റെസ്പോൺസിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതായത് നമുക്ക് സ്ഥിരമായിട്ടൊരു സാധനം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിനനുസരിച്ച് റിയാക്ഷൻ ഉണ്ടാകും എന്നതിനുള്ള ഒരു തെളിവായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണിത്. ഓക്കെ, അതാണ് സോഷ്യൽ ലേണിങ്ങിൻ്റെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ കൂടുതലായിട്ട് സോഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ വളരുന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെ മക്കളും വളരും എന്നുള്ളതൊക്കെ അതിനുള്ള ഉദാഹരണമാണ്. ഇനി ട്രയൽ ആൻഡ് എറർ എന്നത് പഠിക്കുന്ന വ്യക്തി യാതൊരു മുൻകൂട്ടി അറിവുമില്ലാതെ വിവിധ മെത്തേഡുകൾ പരീക്ഷിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വിജയകരമായ ഒരു പരിഹാരം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ആർക്കും എന്തറിയില്ലായിരുന്നു. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം അറിയില്ല. ഇപ്പോൾ ഒരു പ്രാവ് എന്ത് ചെയ്തു, ഒരു കൂട്ടിനുള്ളിൽ പെട്ടു. അപ്പോൾ കൂട്ടിനുള്ളിൽ പെട്ടിട്ട് അതിലൊരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് അമർത്തി എന്ത് ചെയ്യാൻ പറ്റും, ഈ കൂട് തുറക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രാവ് പലവട്ടം എന്ത് ചെയ്തിട്ടുണ്ടാകും, പല സാധനങ്ങളിൽ ഇങ്ങനെ അമർത്തി നോക്കി ലാസ്റ്റ് ഈ സ്വിച്ചിൽ തട്ടിയപ്പോൾ എന്ത് ചെയ്തു, കൂട് തുറന്നു. ഓക്കെ, അങ്ങനെ പിന്നീട് ഈ പ്രാവ് ഈ കൂട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പ്രാവിന് മനസ്സിലായി എന്ത്, ഈ സ്വിച്ചിൽ അമർത്തിയാലാണ് ഇത് തുറക്കുക എന്ന്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു കാര്യത്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അതായത് കുറേ എററുകൾ, കുറേ തെറ്റുകൾ സംഭവിച്ച് പിന്നെ അത് ശരിയാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്കാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുക. പഠിക്കുന്ന വ്യക്തി യാതൊരു മുൻകൂട്ടി അറിവുമില്ലാതെ വിവിധ മെത്തേഡുകൾ പരീക്ഷിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വിജയകരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതുമാണിത്. മനുഷ്യരിലും ഉയർന്ന നിലയിലെ മൃഗങ്ങളിലുമാണ് കാണപ്പെടുന്ന ഉൾക്കാഴ്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതും അത് ഓർമ്മയിൽ നിലനിർത്തുന്നതുമാണ്. ഇപ്പോൾ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു, ഒരു ചിമ്പാൻസി എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനോട് കുറച്ചും കൂടെ ബുദ്ധിയിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു പഴത്തിൻ്റെ ഒരു കൊല എന്ത് ചെയ്തു, ഒരു കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, 2 വടികൾ, ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന 2 വടികൾ എടുത്തിട്ട് അതിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഒരു വടി കഷ്ണം വെച്ചിട്ട് കുറേ ആ പഴം എടുക്കാൻ വേണ്ടി നോക്കി, അപ്പോൾ പറ്റണില്ല. അങ്ങനെ കുറേ നോക്കിയിട്ട് എന്ത് ചെയ്തു, പിന്നെ മറ്റേ കഷ്ണം വടിയും കൂടെ എടുത്തിട്ട് നോക്കി, 2 വടി കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റണില്ല, പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ 2 കഷ്ണം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ല ഹൈറ്റ് ആകുമല്ലോ രണ്ടും കൂടെ യോജിപ്പിച്ചാൽ, എന്നിട്ട് ആ പഴം എന്ത് ചെയ്തു, ഈ ഒരു ജീവി എടുത്തു. അപ്പോൾ അതെങ്ങനെയാണ്, അത് ഈ ഒരു ട്രയൽ ആൻഡ് എററാണ്. കുറേ തെറ്റുകൾ സംഭവിച്ചു പിന്നെ ശരിയായി. അപ്പോൾ ആ ഒരു രീതിയാണ്, അതൊരു പരീക്ഷണമാണ്. ഓക്കെ, അതൊന്നും വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഫലപ്രദമായ പഠനത്തിന് എഫക്റ്റീവ് ലേണിംഗ്, അതായത് അതാണ് കേട്ടോ, എഫക്റ്റീവ് ലേണിങ്ങിൻ്റെ മലയാളമാണ് ഫലപ്രദമായ പഠനം. അപ്പോൾ ഈ ഫലപ്രദമായിട്ടുള്ള പഠനത്തിന് എന്തൊക്കെ വേണം, ശ്രദ്ധ ആവശ്യമുണ്ട്, ബുദ്ധി വേണം, വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം, ഓർമ്മയിൽ നിലനിർത്താനുള്ള കഴിവ് വേണം. ഇതൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, പ്രചോദനം, ശാരീരികവും മാനസികവുമായ ആരോഗ്യം, നല്ല മാർഗ്ഗനിർദ്ദേശം, അർത്ഥപൂർണ്ണമായ ആവർത്തനം എന്നിവ പഠനത്തെ മെച്ചപ്പെടുത്തുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പഠിക്കുക,
ആരോഗ്യം, അതായത് മാനസികവുമായിട്ടുള്ള ആരോഗ്യം വേണം. ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം വേണം. സ്വാഭാവികമായിട്ടും അത് ആവശ്യമാണല്ലോ. മനസ്സിനൊരു സുഖമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ശരീരത്തിനൊരു സുഖമില്ലാത്ത ആളെ എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ലല്ലോ. പിന്നെ നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ കിട്ടണം, അർത്ഥപൂർണ്ണമായ ആവർത്തനം വേണം. എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്? പഠനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ വെക്കാൻ വേണ്ടി കഴിയുന്നുണ്ടാകും. എന്നാൽ നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ ഇപ്പോൾ പഠിക്കുന്നത് പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോവുകയും ചെയ്യും. ശരിയല്ലേ? ഓക്കെ, ചിരിക്കേണ്ട ആവശ്യമില്ല, ചിരി വന്നവർ. ഓക്കെ, സംഭവം ശരിയാണ്. ഓക്കെ, ഗ്രൂപ്പ് ഡിസിഷൻസ് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ്. ഓക്കെ, ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഗ്രൂപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് കേട്ടോ പറയുക. അപ്പോൾ ഗ്രൂപ്പ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഓരോ വ്യക്തിയും ഒരുമിച്ച് ലഭ്യമായ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരാളുടെ അഭിപ്രായം മാത്രമല്ല നോക്കുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നോക്കിയിട്ട് അതിൽ നല്ലൊരു കാര്യമായിരിക്കും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഏകാഭിപ്രായം വരുന്ന കാര്യമായിരിക്കും സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഫലം എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും സാമൂഹിക പ്രക്രിയകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഗ്രൂപ്പ് തീരുമാനങ്ങൾ വ്യക്തിഗത തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തവും കൂടുതൽ ഫലപ്രദവുമായിരിക്കും. ഒരു വ്യക്തി തീരുമാനമെടുക്കുന്നതിനെക്കാട്ടിലും ഫലപ്രദമായിരിക്കും എന്ത്? എല്ലാവരും കൂടെ തീരുമാനം എടുക്കുക എന്നുള്ളത്. ഓക്കെ, 1930കളിൽ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള കേർട്ട് ലെവിനും മുസഫർ ഷെരീഫ് എന്നിവരാണ് ഗ്രൂപ്പ് തീരുമാനങ്ങളെക്കുറിച്ച് പഠനം തുടങ്ങിയത്. ഇതിനെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് പഠനം തുടങ്ങിയത് ആരൊക്കെയാണ്? കേർട്ട് ലെവിൻ, മുസഫർ ഷെരീഫ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകളാണ് ഇതിനെക്കുറിച്ച് പഠനം തുടങ്ങിയത്. എത്രയിൽ? 1930കളിൽ. ഓക്കെ, ഗ്രൂപ്പുകൾ സാധാരണയായി 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ ഘട്ടം ഓറിയൻറ്റേഷൻ, രണ്ടാമത്തെ ഘട്ടം ഇവാലുവേഷൻ. ഓക്കെ, മൂന്നാമത്തെ ഘട്ടം, അതായത് ഐഡിയകൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇവാലുവേഷൻ. മൂന്നാമത്തെ തീരുമാനമെടുക്കൽ, ഒരു പ്രവൃത്തി തിരഞ്ഞെടുക്കലാണ് മൂന്നാമത്തത്. അപ്പോൾ ഫസ്റ്റത്തെ ഓറിയൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുക, രണ്ടാമത്തെ ഈ കിട്ടിയ ഐഡിയകൾ മൊത്തം ഒന്ന് ചർച്ച ചെയ്യുക, മൂന്നാമത്തെ അതിലൊരു തീരുമാനം എടുക്കുക. ഇങ്ങനെ 3 ഘട്ടങ്ങളാണുള്ളത്. ഇതെന്തായാലും ഓർത്ത് വയ്ക്കുക. ഓറിയൻറ്റേഷൻ ഘട്ടത്തിൽ കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ പലതരത്തിലുള്ള ഐഡിയകൾ മൊത്തം ഈ ഓറിയൻറ്റേഷൻ ടൈമിൽ എടുക്കും. എന്നിട്ട് ഈ കിട്ടിയ ഐഡിയകൾ മൊത്തം ഇവാലുവേറ്റ് ചെയ്യും, ഇതിലൊക്കെ വിലയിരുത്തും ഏതാണ് നല്ലത്, എന്തൊക്കെ അതിൽ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഒരു സംഭവം നടക്കണം. ഇപ്പോൾ ഒരു ഒരു സംഘടന ഒരു പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് എല്ലായിടത്തും ഓരോ അഭിപ്രായങ്ങൾ തീരുമാനിക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക? കോഴിക്കോട് ബീച്ചിൽ നടത്താമെന്നൊരു ടീം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഐഡിയനെ പറ്റിയിട്ട് എല്ലാ വശങ്ങളും എല്ലാവരും കൂടി ഇവാലുവേഷൻ നടത്തും. വേറൊരാൾ പറഞ്ഞു അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താം. അപ്പോൾ അതിനെപ്പറ്റി ഇവാലുവേഷൻ നടത്തും. അങ്ങനെ നടത്തിയിട്ട് ഇവാലുവേഷൻ നടത്തിയിട്ട് ലാസ്റ്റ് എന്തിലേക്ക് എത്തും? ഫൈനലായിട്ട് തീരുമാനമെടുക്കും. ആ ഒരു രീതിക്കാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക ഗ്രൂപ്പ് ഡിസിഷൻ. ഇനിയിപ്പോൾ ഒരാൾ നേരെ വന്നിട്ട് അയാൾ ഇവിടെ നടത്തണം അവിടെ നടത്തണം എന്ന് ഒറ്റയ്ക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും സ്വാഭാവികമായിട്ട് എഫക്റ്റ് എന്തുണ്ടാകും? ഗ്രൂപ്പായി എടുക്കുന്ന കാര്യങ്ങൾക്കുണ്ടാകും. ഓക്കെ, കൂടുതൽ സമയം, അപ്പോൾ അതാണ് ഓറിയൻറ്റേഷൻ ഘട്ടത്തിൽ കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്താൻ വേണ്ടി കഴിയും. റിസർച്ച് മെത്തേഡിൽ എക്സ്പെരിമെൻറ്റും ഫീൽഡ് സ്റ്റഡിയും കേസ് സ്റ്റഡിയും ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് തിങ്ക് എന്നുള്ളതാണ്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് തന്നെയാണ് എന്തായാലും. ഇർവിങ് ജാനിസ് ഫേമസ് ആക്കിയ പദമാണിത്. അപ്പോൾ ഇർവിങ് ജാനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഫേമസ് ആക്കിയിട്ടുള്ളൊരു പദമാണ് ഇതെന്നുള്ളത്, ഗ്രൂപ്പ് തിങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏക ഗണാഭിലാഷം കാരണം നിരീക്ഷണങ്ങൾ, അധികാരങ്ങൾ അല്ലെങ്കിൽ പിഴവുകൾ എന്നിവ അവഗണിച്ച് മോശം തീരുമാനങ്ങളിലേക്ക് ഗ്രൂപ്പ് എത്തുമ്പോഴുള്ള അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏക ഗണാഭിലാഷം. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ കുറേ ആളുകളുണ്ടാകും. അപ്പോൾ അതിൽ ഒരു ടീമിൻ്റെ മാത്രം അഭിപ്രായം കേൾക്കുക, അതാണ് ഒന്ന് ഗണാഭിലാഷം. അപ്പോൾ ഒരു ടീമിൻ്റെ മാത്രം ആഗ്രഹം മാത്രം എടുക്കുന്നത് കാരണത്താൽ നിരീക്ഷണങ്ങൾ, അധികാരങ്ങൾ അല്ലെങ്കിൽ പിഴവുകൾ എന്നിവ അവഗണിച്ച് ഇതൊക്കെ അവഗണിച്ചിട്ട് മോശം തീരുമാനങ്ങളിലേക്ക് ഗ്രൂപ്പ് എത്തുമ്പോഴുള്ള അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് തിങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് തിങ്കിങ് മാത്രമാണ്, ഡിസിഷൻ ആകുന്നില്ല. ഓക്കെ, റിസർച്ചുകൾ, അതായത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തീരുമാനമെടുക്കുമ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരും അതിൽ പങ്കാളികളായിരിക്കണം.
അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചർച്ചകളിൽ പങ്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും യോഗങ്ങളിൽ വിളിക്കുന്ന സമയത്ത് പലർക്കും അതിൽ പങ്കെടുക്കാനൊക്കെ നല്ല മടി തോന്നും. പല ഓർഗനൈസേഷനുകളും ക്വാളിറ്റി സർക്കിൾസ്, സെൽഫ് ഡയറക്റ്റഡ് ടീംസ് പോലുള്ള രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതികളൊക്കെയാണ് എടുക്കേണ്ടതാണ് പറഞ്ഞത്. ഓക്കെ, അടിയന്തര സാഹചര്യങ്ങളിൽ വ്യക്തിഗത തീരുമാനങ്ങൾ ആവശ്യമായി വരുമെങ്കിലും അല്ലാത്ത സാഹചര്യങ്ങളിൽ കൂട്ടായ തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അവിടെ ആകെ ഈ സംഘടനയിൽ ഇപ്പോൾ ഉള്ളത് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? അയാൾ മാത്രം തീരുമാനം എടുക്കും അല്ലേ. എന്നാൽ അത് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിലാണ്. ഇനി അതല്ലാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തിനു പറ്റും? എല്ലാവരും കൂടെ തീരുമാനിച്ചെടുക്കേണ്ടതായിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ട് രൂപത്തിലും തീരുമാനങ്ങൾ എടുക്കും. ഗ്രൂപ്പ് ഡിസിഷൻ എല്ലാത്തിലും എടുക്കണമെന്നില്ല. അതിനുള്ള ഉദാഹരണം പറഞ്ഞതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ബേസിക് കൺസെപ്റ്റാണ് പ്രജുഡിസ് എന്നുള്ളത്. എനിക്ക് പ്രൊനൗൺസിയേഷൻ ഡൗട്ട് ഉണ്ട്, കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, ഗ്രൂപ്പുകൾ പലപ്പോഴും വ്യക്തിയുടെ അറിവില്ലാതെ മറ്റു ഗ്രൂപ്പുകളോടുള്ള വൈരാഗ്യപരമായിട്ടുള്ള സമീപനങ്ങളും മുൻവിധികളും കൊണ്ട് നടക്കുന്നു. ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും വ്യക്തിയുടെ അറിവില്ലാതെ മറ്റു ഗ്രൂപ്പുകളോടുള്ള വൈരാഗ്യപരമായിട്ടുള്ള സമീപനങ്ങളും മുൻവിധികളും കൊണ്ട് നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓക്കെ, സാമൂഹിക മാനദണ്ഡങ്ങൾ അനുസരിക്കാതെ ഇരുന്നാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും. ശത്രുക്കളോട് വൈരാഗ്യം കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ശത്രു ഉണ്ടാകും. അപ്പോൾ അവരോട് വൈരാഗ്യം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പണിഷ്മെൻ്റ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു രീതി. പ്രജുഡിസ് ലാറ്റിൻ വാക്കായിട്ടുള്ള പ്രജുഡിഷ്യം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അപക്വമായ വിധി കൽപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രജുഡിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പക്വതയില്ലാതെ ഒരു കാര്യത്തെ വിധിക്കുക. ഇതിങ്ങനെയാണ് മുൻവിധികൾ, അത് തന്നെ നെഗറ്റീവായ മുൻവിധികൾ, അതിനാണ് നമ്മൾ പ്രജുഡിസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക? ഒറ്റയടിക്ക് അതിനെ വിധിക്കുക, അതിനാണ് പറയുക. ന്യൂകോം പറയുന്നതിനനുസരിച്ച് മറ്റുള്ളവരെ നെഗറ്റീവായി കാണാനും ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനുമുള്ള പ്രവണതയാണിത്. ബാക്കിയുള്ളവരുടെ നെഗറ്റീവ് ഇങ്ങനെ കാണുക, ആ ഒരു പ്രവണതയ്ക്കാണ് ഇത് പറയുക. ഗ്രൂപ്പുകളും വ്യക്തികളും സ്നേഹം നിലനിർത്തി വെറുപ്പും പകയും ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് മറ്റു ഗ്രൂപ്പുകളോട് അനുകൂലമല്ലാത്ത സമീപനങ്ങൾക്കും വൈരാഗ്യപരവുമായ നിലപാടുകൾക്കും കാരണമാകും. കാരണം ഒരു ടീമിനെ പറ്റി വെറും നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ എപ്പോഴത്തെയും ശത്രുവായി മാറുമല്ലോ. ശരിയല്ലേ? കൂടാതെ ഇത് വിവേചനം ഉണ്ടാക്കുകയും ചെയ്യും. സ്വാഭാവികം. കുട്ടികൾ ആദ്യം വേർതിരിവ് കാണിക്കില്ല. എന്നാൽ വളരുന്ന പ്രായത്തിൽ അവർ വ്യത്യാസങ്ങൾ കാണുകയും ഓക്കെ ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിലും മാറ്റം വരുത്തുന്നു. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് വീണ സമയത്ത് തന്നെ ആ ഒരു കുട്ടിക്ക് എന്തില്ല? വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ല, അല്ലെങ്കിൽ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നീട് നമ്മളെങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ പറയാണ് നീ അവൻ്റെ ഒപ്പം കൂട്ടുകൂടരുത് എന്ന് നമ്മളെങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് കുട്ടി മാറുക അല്ലേ. അല്ലാതെ ഒരു കുട്ടിയും ജനിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? ഒരു വേർതിരിവും ആരോടും കാണിക്കാറില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. കുട്ടികൾ ആദ്യം വേർതിരിവ് കാണിക്കില്ല. എന്നാൽ വളരുന്ന പ്രായത്തിൽ അവർ വ്യത്യാസങ്ങൾ കാണുകയും ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവരോടുള്ള സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്നു. വ്യക്തിപരമായ വ്യത്യാസങ്ങളും സാമൂഹിക ശീലങ്ങളും മുൻവിധിയെ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കൺഫോമിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്വന്തമായോ അല്ലെങ്കിൽ സാമൂഹ്യ സമ്മർദ്ദം മൂലമോ ഒരാൾ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ വേണ്ടി സ്വന്തം വിശ്വാസങ്ങളോ പെരുമാറ്റമോ മാറ്റുന്നതിനെ പൊരുത്തപ്പെടൽ എന്നാണ് പറയുക. അപ്പോൾ സ്വന്തമായോ അല്ലെങ്കിൽ സാമൂഹ്യ സമ്മർദ്ദം മൂലം, അപ്പോൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒരാൾ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടൊക്കെ സ്വന്തം വിശ്വാസങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒക്കെ മാറ്റുന്നതിന് അതിലൊരു മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ പൊരുത്തപ്പെടുക എന്ന് പറയുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് ഇയാളുടെ എന്തെങ്കിലും ഐഡിയോളജി മറ്റുമൊക്കെ മാറ്റിയിട്ട് അതിൽ കയറുന്നതിനെയാണ് ഇതെന്ന് പറയുക, ഈ ഒരു കൺഫോമിറ്റി എന്ന് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരാൾക്ക് നന്നാവണം, അതായത് നല്ലൊരു ഒരു സംഘടന ഉണ്ടെന്ന് വിചാരിക്കുക. ആ സംഘടനയിലുള്ള ആളുകൾക്ക് വെള്ളമടി പറ്റൂല, അതേപോലെ തന്നെ മറ്റു ഡ്രഗൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല വിചാരിക്കുക. സ്വാഭാവികമായിട്ട് അതിൽ അംഗത്വം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരാൾക്ക് കയറാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇയാൾ വെള്ളമൊക്കെ കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് കള്ള് കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കള്ളുകൂടി നിർത്തണം, മറ്റു ഡ്രഗ് യൂസിങ് നിർത്തണം. അപ്പോൾ അതെന്താണ്? അയാളുടെ സ്വന്തമായോ അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്ത് ചെയ്യാണ്? ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അയാൾ സ്വന്തം പെരുമാറ്റങ്ങളും ഒക്കെ മാറ്റം വരുത്തല്ലേ. അങ്ങനെയുള്ള ഒരു മാറ്റം വരുത്തലിനാണ് കൺഫോമിറ്റി എന്ന് പറയുക. ഓക്കെ,
മറ്റുള്ളവരെ അനുകരിച്ചോ അല്ലെങ്കിൽ സംഘട്ടനം ഒഴിവാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് സ്വീകാര്യത കിട്ടാനോ ആളുകൾ ഗ്രൂപ്പുകളിൽ പൊരുത്തപ്പെട്ടു പോകുന്നു. ഓക്കെ, ഈ ഗ്രൂപ്പുകളിലുള്ള പല പ്രശ്നങ്ങളും പലർക്കും പലതായി തോന്നിയിട്ടുണ്ടാകാം. എന്നിരുന്നാൽ കൂടെ അതിൽ പലരും പൊരുത്തപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നത് കൺഫോമിറ്റിയുടെ ഭാഗമാണ്. പൊരുത്തപ്പെടൽ മൂലം ആളുകൾ സമുദായത്തിൽ ഒരുപോലെ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോർമാറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. പിന്നെ ശരിയായിരിക്കാൻ അല്ലെങ്കിൽ ഒരു സാമൂഹിക വേഷത്തിന് അനുസൃതമായി പെരുമാറാനും ഒക്കെ വേണ്ടിയിട്ട് ഒക്കെ ഉദ്ദേശിച്ചിട്ട് ഇവരെന്ത് ചെയ്യലുണ്ട്, പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഗ്രൂപ്പുകളിൽ പൊരുത്തപ്പെട്ട് പോകുന്ന ആ ഒരു പൊരുത്തപ്പെടലിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുക. പൊരുത്തപ്പെടൽ പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഗ്രൂപ്പിലെ പൊതുവായ തീരുമാനത്തോടെ യോജിച്ചു പോകുന്നത് പോലെ ഒരു കോംപ്ലിയൻസ് ആയിട്ട്, അതായത് അതാണ് അങ്ങനെ യോജിച്ചു പോകുന്നതിന് കോംപ്ലിയൻസ് എന്നാണ് പറയുക. അതും എന്താണ്, ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായം, ഇയാൾക്ക് വേറെ അഭിപ്രായമുണ്ട്, ഇയാൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഒരു അഭിപ്രായത്തിനോട് യോജിച്ച് പോവുകയാണ്. ഇയാൾക്കത് ശരിയായി തോന്നിയിട്ടാണോ? അല്ല, എന്നാൽ പൊരുത്തപ്പെട്ട് പോവുക. അങ്ങനെ പോകുന്നതിനെയും കൺഫോമിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണലൈസേഷൻ ഒരു വ്യക്തി സത്യസന്ധമായി ഗ്രൂപ്പിൻ്റെ മൂല്യങ്ങൾ അംഗീകരിക്കുകയും അതിൽ നിന്ന് പിന്നീട് പഴയ രീതിയിലേക്ക് മാറാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. എന്താണ് ഒരു വ്യക്തി സത്യസന്ധമായ ഗ്രൂപ്പിൻ്റെ മൂല്യങ്ങൾ അംഗീകരിക്കുക? ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കള്ളുകുടിയനായിട്ടുള്ള ഒരാൾ കള്ളുകുടിയൊന്നും ഇല്ലാത്തൊരു നല്ല സംഘടനയിൽ കയറിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ എല്ലാ മൂല്യങ്ങളും അംഗീകരിച്ച് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുകയും അതിൽ നിന്ന് പിന്നീട് പഴയ രീതിയിലേക്ക് മാറാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. എന്നാൽ ചിലർ മനസ്സിൽ വേറെ ഒന്ന് വെച്ച് പലരെയും തൃപ്തിപ്പെടുത്താൻ ഗ്രൂപ്പിൽ പുറത്തുപെട്ടു പോകുന്നുമുണ്ട്. ഗ്രൂപ്പിൽ പൊരുത്തപ്പെട്ടു പോകുന്നുമുണ്ട്. പൊരുത്തപ്പെടലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ സംസ്കാരം, ലിംഗഭേദം, പ്രായം, ഗ്രൂപ്പിൻ്റെ വലിപ്പം, സാഹചര്യങ്ങൾ, ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഇൻറ്റേർണലൈസേഷൻ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരാളെന്ത് ചെയ്യുക, സത്യസന്ധമായിട്ട് ഗ്രൂപ്പിൻ്റെ മൂല്യങ്ങൾ അംഗീകരിച്ച് അതിൽ പിന്നീട് പഴയ രീതിയിലേക്ക് മാറാതെ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കള്ളുകുടിയനായിട്ടുള്ള ഒരാൾ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം കള്ളുകുടിയില്ല, ഒന്നുമില്ല, അയാൾ മൊത്തത്തിൽ മാറി. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയും. അങ്ങനെ മാറിയിട്ടില്ലേ, അയാൾ ആരും കാണാത്ത സമയത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഞ്ഞും പാത്തുമൊക്കെ കള്ളു കുടിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ഓക്കെ, പൊരുത്തപ്പെടലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഒരാളുടെ സംസ്കാരം വരുന്നുണ്ട്, പിന്നെ ലിംഗഭേദം വരുന്നുണ്ട്, പിന്നെ പ്രായം, പിന്നെ ഗ്രൂപ്പിൻ്റെ വലിപ്പം, സാഹചര്യ ഘടകങ്ങൾ എന്നിവയൊക്കെ അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ക്രൗഡ് ബിഹേവിയർ. അതായത് ജനക്കൂട്ടത്തിലുള്ള നമ്മളുടെ പെരുമാറ്റം. ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് ജനക്കൂട്ടത്തിൽ നമ്മൾ പെരുമാറുക? ഓക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ളതുപോലെ, ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫുള്ള് കടന്ന് ഡാൻസ് ചെയ്യുമായിരിക്കും. അതേപോലെ ആൾക്കൂട്ടത്തിൽ പോയിട്ട് പെരുമാറുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനക്കൂട്ടം? എന്നാൽ താൽക്കാലികവും ക്രമരഹിതവുമായ വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. ഇവർക്ക് പൊതുവായ ആകർഷണം, മൂല്യങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടായേക്കും. ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു ടീം, ഈ ബസ് കാത്തു നിൽക്കുന്ന ടീമിൻ്റെയൊക്കെ എന്തായിരിക്കും, പൊതുവായ ഒരു ആകർഷണം ഉണ്ടാകും. ഇവർക്കൊക്കെ ബസ് എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാകുക. സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുകയാണ്, എല്ലാവർക്കും ബസ്സൊന്ന് വന്നാൽ മതി ആയിട്ടുള്ള ചിന്ത ഉണ്ടാകും, മൂല്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വികാരങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, ചിലരെന്ത് ഈ ബസ് എന്താ വരാത്തെന്നുള്ള കലി കയറിയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ സെയിം ആയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും പൊതുവായ ആകർഷണത്തിൽ ഒത്തുകൂടിയ ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്രൗഡ് എന്ന് പറയുക. ഇപ്പോൾ നമ്മളൊരു ബീച്ചിലൊക്കെ ഇപ്പോൾ പോയിട്ട് ബീച്ചിൽ പോകുന്ന ആളുകൾ, ഇപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ബീച്ചിൽ പോകുന്ന ആളുകൾ എന്തിനാണ് ഉണ്ടാകുക, ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ളൊരു സാധനത്തിനുണ്ട്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരവിടെ പോകുന്നുണ്ടാവുക. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിൽ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ എന്തായിരിക്കും, ഇവർക്ക് ബസ് കിട്ടണം എന്നുള്ള ഒറ്റ വികാരത്തിൽ അവിടെ നിൽക്കുന്നുണ്ടാവുക അല്ലേ. കിംബാൽ യങ് അഭിപ്രായപ്പെടുന്നതാണ് കേട്ടോ, എന്ത്, ഏതെങ്കിലും പൊതുവായ ആകർഷണത്തിൽ ഒത്തുകൂടിയ ആളുകളെയാണ് ക്രൗഡ് എന്ന് പറയുക എന്ന് കിംബാൽ യങ് അഭിപ്രായപ്പെടുമ്പോൾ, എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാവുന്ന പൊതുവായ താല്പര്യം മൂലം ആകസ്മികമായി ഒത്തുചേർന്ന ഒരു താൽക്കാലിക കൂട്ടമായാണ് RH തൗലസ് ആയിരിക്കും വായിക്കുക ഇതിനെ കാണുന്നത്. അപ്പോൾ എന്താ RS തൗലസ് എന്താ പറഞ്ഞത്? എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാവുന്ന പൊതുവായ താല്പര്യം മൂലം ആകസ്മികമായി ഒത്തുചേർന്ന, അല്ലേ. ഇപ്പോൾ ഞാൻ ഈ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാലോ പൊതുവായ താല്പര്യമുണ്ട് ഇവർക്കൊക്കെ, ആ ബസ്സിലൊന്ന് കയറി വീട്ടിലെത്തണം എന്ന ഒരു കാര്യം കാരണത്താൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും ഇവർ. ഓക്കെ, ഇനി ക്രൗഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ക്രൗഡ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ എന്താണെന്നോ ഇപ്പോൾ ഇതിൽ മനസ്സിലായിട്ടുണ്ടല്ലോ. സവിശേഷതകൾ നോക്കാം. ഒരു സ്ഥലത്ത് അനുകൂലമായ വ്യക്തികളുടെ ഒത്തുചേരലാണിത്, അല്ലേ.
ഒരു കൂട്ടം ഒരേ ഒരു താല്പര്യമോ ആകാംക്ഷയോ കൊണ്ടാണ് താൽക്കാലികമായി ഒത്തുകൂടുന്നത്. ഞാനീ പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് കാത്ത് നിൽക്കുന്ന ആ ഒരു കൂട്ടം, അവർക്കൊക്കെ എന്തുണ്ട്, ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇതൊരു പ്രത്യേക കാരണത്താൽ രൂപം കൊള്ളുകയും ആ കാരണമില്ലാതാകുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഈ ബസ് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളോട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അതേ ഇന്ന് എന്ത് ചെയ്യില്ല, മണിക്കുട്ടി ഇന്ന് ഓടൂല കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് ഈ മണിക്കുട്ടി ബസ്സിൽ കയറാൻ വേണ്ടി നിന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോകൂലേ? ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഇതൊരു പ്രത്യേക കാരണത്താൽ രൂപം കൊള്ളുകയും ആ കാരണമില്ലാതാകുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കാരണം എന്താണ്, മണിക്കുട്ടി ബസ്സാണ്. മണിക്കുട്ടി ബസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അംഗങ്ങൾ ഒരു പ്രത്യേക വസ്തുവിനെയോ സംഭവത്തിനെയോ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഇത് രൂപം കൊള്ളുന്നത്, അല്ലേ? ആ ശ്രദ്ധ അപ്രത്യക്ഷമാകുമ്പോൾ കൂട്ടം പിരിഞ്ഞു പോകും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, ജനക്കൂട്ടം ഒരു സംഘാടനമില്ലാത്തതും പെടുന്നില്ലാത്തതും വ്യക്തമായ ലക്ഷ്യങ്ങളോ ഘടനയോ ഇല്ലാത്തതുമാണ്, അല്ലേ? ഇതിനിപ്പോൾ ആരെങ്കിലും, ഇപ്പോൾ ഈ മണിക്കുട്ടി ബസ്സിൽ കയറാൻ നിൽക്കണം എല്ലാവരും ആരെങ്കിലും ഒരു ലീഡറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും അവരുടെ ലീഡറായിട്ട് നിൽക്കുന്നില്ല. അവർക്കൊരു സംഘടനയില്ല. എന്തെങ്കിലും ഉണ്ടോ? ആ മണിക്കുട്ടി ബസ്സിൻ്റെ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എങ്കിലും അംഗങ്ങൾ തമ്മിൽ സമാനമായ വികാരങ്ങളും പ്രവർത്തനങ്ങളും പങ്കിടുകയും അവർ പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നു. ജനക്കൂട്ടത്തിൻ്റെ മികവ് കൊണ്ട് വ്യക്തികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ബസ് കയറാൻ നിൽക്കുന്നതും കുറേ ആളുകൾ, ഇപ്പോൾ മണിക്കുട്ടി ബസ് നിർത്താൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നതും ഒരു 10 ആൾ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം കയറുന്നുണ്ട്. ബസ് ഇത്ര പേരുള്ളതുകൊണ്ട് ഇവിടെ നിർത്താതെ പോകൂല, ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്തണമെന്നില്ല, ഇത്ര പേരുള്ളതുകൊണ്ട് എന്തായാലും നിർത്തും, ആ ഒരു ആത്മവിശ്വാസം വരൂലേ? അപ്പോൾ ഇതൊക്കെ സെയിം ആണ്. പിന്നെന്താണ്, കൂട്ടമായി നിൽക്കുമ്പോൾ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവില്ല. ഓക്കെ, തനിച്ചായിരിക്കുമ്പോൾ ചെയ്യാത്ത പല കാര്യവും കൂട്ടമായിരിക്കുമ്പോൾ ചെയ്യും. പിന്നെ വേറൊരു കൂട്ടത്തിൻ്റെ ഇത് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, പല കാര്യങ്ങളും ചെയ്യണമെന്നില്ല. എന്നാൽ കൂട്ടമായി നിൽക്കുമ്പോൾ പല തെമാടത്തിലും ചിലപ്പോൾ നമ്മൾ കാണിക്കും. തീ കൊളുത്തൽ, അതിക്രമം പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കൂട്ടമായിരിക്കും നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രൗഡായിട്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ മേ ബി ഇൻ കേസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഒരു കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭയം, കോപം, ദുഃഖം പോലുള്ള വികാരങ്ങൾ ദ്രുതഗതിയോടെ വ്യാപിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടായി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വ്യക്തിക്ക് ബാധിക്കണമെന്നില്ല, പക്ഷെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ, ഇപ്പോൾ ഒരു ലീഡറെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത് ബാധിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കൂട്ടമായി നിൽക്കുമ്പോഴുണ്ട്. ഇത് പലപ്പോഴും ഒരു നേതാവിൻ്റെ സ്വാധീനത്താൽ കൂടാൻ സാധ്യതയുണ്ട്. കൂട്ടത്തിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി കുറയുമ്പോൾ അനീതിയും ആയുധപ്രയോഗങ്ങളും കൂടുന്നു. അപ്പം ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ടീം എന്ത് ചെയ്യാണ് വരികയാണ്, പെട്ടെന്നൊരു ടീം വന്നിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരാൾ പെട്ടെന്ന് കള്ളനാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ കള്ളനെ ഇട്ട് ഓടിക്കുകയാണ്. ഈ സമയത്ത് ഈ ഒരു ഉണ്ടാകുന്ന ഒരു കൂട്ടം, ഇവർക്ക് തെറ്റും ശരിയൊന്നും തിരിച്ചറിയാനുള്ള ഒരു സമയം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഇവരെന്ത്, ഇവിടെ അനീതി ആയുധപ്രയോഗങ്ങളൊക്കെ കൂടുന്നു. ചിലപ്പോൾ ഇയാളായിരിക്കില്ല കട്ടിട്ടുണ്ടാവുക, ഇയാൾ ഓടുന്നുണ്ടായിരുന്നു, ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കി. ആ സമയത്ത് ഇയാൾ ആ വഴി ഓടുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇയാളെ പിന്നാലെ നായ ഓടിയിട്ടായിരിക്കും ഇയാൾ ഓടിയിട്ടുണ്ടാവുക. അപ്പോൾ ആളുകൾ കാണുന്നത് ഇയാൾ കള്ളൻ എന്ന് വേറൊരാളവിടെ നിന്ന് പറയുന്നുണ്ട്, ഇയാൾ ഓടി വരണം കണ്ടു. ഒന്നും നോക്കാതെ ഇയാൾ കള്ളനാണോ ഒന്നും നോക്കാതെ ഇയാളെ തല്ലി, ഇയാളെ ഉപദ്രവിച്ചു, ചിലപ്പോൾ ഇയാളെ കൊന്നു. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്രൗഡിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇവരെന്ത് ചെയ്യും, ജനക്കൂട്ടമാകുമ്പോൾ ഒന്നും ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്യും. ഓക്കെ, ഇതിലൊരു നല്ലൊരു കോർഡിനേഷൻ വന്നിട്ടില്ല, ഇതിലൊരു ലീഡറില്ല, ഒന്നുമില്ല, എല്ലാവരും കൂടെ കയറി ഒരാളെ തല്ലിക്കൊന്നു. ഈ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. ഇതേപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അരി മോഷ്ടിച്ചതിൻ്റെ പേരിലും ഒക്കെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു ജനക്കൂട്ടം മാത്രമായതുകൊണ്ടാണ്, ചിന്തിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് വരുന്നത്, മേജർ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ കൊഗ്നീഷൻ, സോഷ്യൽ ലേണിംഗ് എന്നതൊക്കെ. ഓക്കെ, എന്താണ്, ആൽബർട്ട് ബന്ദൂരാസ് ബോബോഡോൾ സ്റ്റഡി പറയുന്നുണ്ട്, സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്, എവല്യൂഷണറി ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. ടിൽ ദെൻ, ബൈ ഫ്രം അൺബീറ്റൻ വർക്ക്സ്.